ഇപ്പോൾ ശ്രീ രാജഗോപാൽ കമ്മത്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, വലിയ വേഗതയിൽ കാറ്റ് വീശിയടിച്ചിട്ടും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം നമുക്ക് മുന്നിലുള്ളത് ഇതുവരെ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതായത് അവിടെ പുലർത്തിയ മുന്നൊരുക്കങ്ങൾ അത് പൂർണ്ണമായ രീതിയിൽ ഫലം കണ്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഭാഗികമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യമായി തുടങ്ങിയിരിക്കുകയാണ്. ഒരാൾനാശം പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും IMDയുടെ പ്രവചനത്തെ ആസ്പദമാക്കി നടത്തിയിട്ടുള്ള മുൻകരുതലുകൾ തന്നെയാണ് അതിനൊരു കാര്യമായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജീവജാലങ്ങളുണ്ട്, മറ്റു ജീവിജാലങ്ങളുണ്ട്. അവയുടെ സ്ഥിതിയൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും ആ ജീവികളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. കന്നുകാലികളെയൊക്കെ ഈ രീതിയിലുള്ള ഒരു സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊന്നും മാറ്റിപ്പറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ കന്നുകാലികളും മറ്റുമൊക്കെ വളരെയധികം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അവയെക്കുറിച്ച് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ആന്ധ്രയിലും അങ്ങോട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, അവയെക്കുറിച്ച് അറിയില്ല. അവർക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അതേ കൂടി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ഏജൻസികൾ അതിനെ കൂടി ഉൾപ്പെടുത്തി അവയും കൂടി ശരിക്കും കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ അറിഞ്ഞതോടെ ഏതാണ്ട് 15,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആളുകളെ മാത്രമേ മാറ്റിപ്പാർപ്പിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യം. മറ്റുള്ള ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയില്ല. കാരണം തീരദേശത്തുള്ളവർ അതിൽ കൂടുതലുണ്ട്. അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഈ സായാഹ്നം വരെയുള്ള സമയം വളരെയധികം ക്രിട്ടിക്കലാണ്. ആ സമയത്താണ് ഇനിയിപ്പോൾ തൽക്കാലം ഇത് രൂക്ഷമാകാൻ സാധ്യതയില്ല. പക്ഷേ ഭൂപ്രകൃതിയുടെ വ്യത്യാസമനുസരിച്ച് ആ തീവ്രത വ്യതിയാനപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സൈക്ലോണിൻ്റെ തീവ്രത തൽക്കാലം ഈ രീതിയിൽ തന്നെ തുടരുകയുള്ളൂ, അല്ലെങ്കിൽ കുറയാനായിട്ടുള്ള ചാൻസേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആഘാതം ചിലപ്പോൾ ഭൂപ്രകൃതിയുടെ വ്യത്യാസമനുസരിച്ച് തീവ്രമാകാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെ ഈ സൈക്ലോൺ കടന്നു പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ചെന്നൈ നഗരത്തിൽ തൽക്കാലം അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം അവിടെ ഈ ഇലക്ട്രിക് പോളുകളും മൊബൈൽ ടവറുകളും അങ്ങനെയുള്ള വൈദ്യുതി സംവിധാനങ്ങളും ഒക്കെയാണ് ബാധിക്കാൻ പോകുന്നതെങ്കിലും വൃക്ഷങ്ങളൊക്കെ ആണെങ്കിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് നാശനഷ്ടങ്ങൾ കൂടുതലായിട്ടുണ്ടാകാൻ പോവുക. അപ്പോൾ ചെന്നൈ കടന്ന് ഈ ചുഴലിക്കാറ്റ് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് ഇപ്പോൾ കരുതേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ചിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണ് നമുക്കിങ്ങനെ പറയാൻ കഴിയുക. തീർച്ചയായിട്ടും IMD വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കൃത്യമായി പ്രവചിക്കുകയും എത്രത്തോളം തീവ്രത കൈവരിക്കുകയും എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ മറ്റ് ദുരന്ത നിവാരണ ഏജൻസികളെ പ്രാവർത്തികമാക്കുകയും മറ്റ് മിലിറ്ററിയെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾനാശം ഇതുവരെ നമുക്ക് ഇല്ലാതാകുകയും ചെയ്തത്. കഴിഞ്ഞ തവണത്തെ അനുഭവം പൈലീൻ വലിയ ചുഴലിക്കാറ്റിൻ്റെ ആ സമയത്ത് തീർച്ചയായിട്ടും ആൾനാശം വളരെയധികം കുറഞ്ഞിരുന്നു. 10-12 പേർ മാത്രമാണ് അന്ന് മരണമടഞ്ഞത്. അത് വളരെ ശരിക്കും വലിയൊരു നേട്ടമാണ് ദുരന്ത നിവാരണ ഏജൻസിയുടേത്. ആ സമയത്ത് ആ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ആൾനാശം വളരെയധികം കുറഞ്ഞത്. ഇവിടെയും അത്തരത്തിൽ ആൾനാശം ഏറ്റവും കുറഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശംസിക്കാം. അതോടൊപ്പം തന്നെ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് തീവ്രത കുറയും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് ആഘാതം കുറയും എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇത് കടക്കുന്നു എന്നുള്ളത് അറിയുന്നത് തീർച്ചയായിട്ടും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ അധികം നാശനഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ, ആൾനാശം ഒട്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ നമുക്ക് ആഗ്രഹിക്കാവുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ള ഘടനകളെ തീർച്ചയായിട്ടും ബാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. തുടർച്ചയായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ നേരിടേണ്ട രീതിയിൽ ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങൾ, കടലോര തീരത്തുള്ള പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഘടനകളാണ് ഇനി വരും കാലങ്ങളിൽ പടുത്തുയർത്തേണ്ടത്. അത് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പ പ്രതിരോധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഘടനകളാണ് അവിടെ പടുത്തുയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ബേ ഓഫ് ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ
സൈക്ലോൺ, സുനാമി തുടങ്ങിയ പ്രതിഭാസങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഘടനകളാണ് നമ്മൾ ഇനി പണിതുയർത്തേണ്ടത്. ഇപ്പോഴുള്ള ഘടനകളിൽ നമ്മൾ അതിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും വേണം. അതുമാത്രമല്ല, ഈ തീരദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. നമുക്ക് 2004 സുനാമി വന്നപ്പോൾ സുനാമി ആണെന്ന് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. ഈ ബേ ഓഫ് ബംഗാൾ തീരത്ത് സുനാമി അടിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സുനാമിയാണെന്ന് അറിയാൻ നമ്മൾ വളരെയധികം വൈകി. അതുമാത്രമല്ല, അതിൻ്റെ ആഘാതം ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിച്ചതില്ല. കടലുള്ളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എന്തോ അത്ഭുത സംഭവമാണെന്ന് ധരിച്ചിട്ടാണ് അവിടുത്തെ ആളുകൾ ഇരുന്നത്. അങ്ങനെയാണ് അനേകം ആൾനാശം അവിടെ ഉണ്ടാവുന്നത്. കേരള തീരത്തും അത് വളരെയധികം നാശം വിതച്ച ഒന്നാണ്. അപ്പോൾ പാഠം പഠിച്ചു. നമ്മൾ കാലാവസ്ഥാ പ്രതിഭാസത്തെ അത്ര ലഘുവായിട്ട് കാണേണ്ടതില്ല. വളരെയധികം മുൻകരുതലുകൾ എടുത്ത് അതിൻ്റെ പ്രവചനം നടത്തി അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ വലിയ രാജ്യം, വലിയ ഒരു തീരപ്രദേശമുള്ള ഈ രാജ്യത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും. അതിൻ്റെ ആഘാതം എത്രത്തോളം കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം കുറച്ചു കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറുകളും റഡാർ സംവിധാനങ്ങളും ഇൻഫ്രാറെഡ് സംവിധാനങ്ങളും ഒക്കെ ധാരാളം വിവരങ്ങൾ നമുക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉപഗ്രഹ സംവിധാനങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ വിസ്മരിച്ചു. ഉപഗ്രഹ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം വിവരങ്ങൾ നൽകുന്നുണ്ട്. സൈക്ലോണിൻ്റെ സ്ഥാനം അത് ഏത് രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മുടെ കാവലാളായ ISROയുടെ സാറ്റലൈറ്റ്സ് നമുക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൽ നിന്നുള്ള വിവരങ്ങളും സൂപ്പർ കമ്പ്യൂട്ടറുകൾ അപഗ്രഥിച്ച് കിട്ടുന്ന വിവരങ്ങളുമാണ് തീർച്ചയായിട്ടും കൃത്യമായ പ്രവചനം നടത്താൻ നമുക്ക് സഹായകമായിട്ട് വരുന്നത്. നമുക്കൊരു ഉത്സാഹം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അനേകം പ്രൈവറ്റ് ഏജൻസികളും ഇപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണത്തിലേക്കും കാലാവസ്ഥ പ്രവചനത്തിലേക്കും കടന്നു വരുന്നതാണ്. വളരെ ഉത്സാഹത്തോടെ തന്നെ അവർ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവചിക്കുകയും അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടർച്ചയായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും എല്ലാ സ്റ്റേറ്റ്സിലും വരണം. അത്തരം സംരംഭങ്ങൾക്ക് വളരെ വലിയ സാധ്യതയാണുള്ളത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഓരോ അവസരത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മൂലം ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീൽ പ്ലാന്റ് ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക. വളരെ വേഗത്തിൽ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഏതായാലും വർധ ചുഴലിക്കൊടുങ്കാറ്റ് വളരെ ശക്തമായ രീതിയിൽ വീശിക്കൊണ്ടിരിക്കുന്നത് 150 കിലോമീറ്റർ വേഗതയിൽ. ഇനിയുള്ള 2 മണിക്കൂറുകൾ വളരെ നിർണായകമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരിക്കുന്നത്. ചെന്നൈ നഗരം കടന്ന് ഒരുപക്ഷെ ഇനി ഗ്രാമമേഖലയിലേക്ക് കൂടി കാറ്റ് പ്രവേശിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഏറ്റവും ഗുരുതരമായൊരു മുഖം കാണേണ്ടി വരുന്നത്. രാജേന്ദ്രൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. രാജേന്ദ്രൻ, ചെന്നൈ നഗരത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചില്ല, കാരണം കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ കാറ്റ് വീശിയടിക്കുമ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. ഇത്രയും ഒരു സുരക്ഷാപരമായ മുൻകരുതലുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇല്ല. എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇത് സംബന്ധിച്ച് അല്പം മുമ്പ്, ഒരു 30 മിനിറ്റ് മുമ്പ് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത്, അതായത് 30 മിനിറ്റ് മുമ്പ് വാർധ കൊടുങ്കാറ്റ് അത് കടന്നു പോകുന്ന പ്രദേശം എന്ന് പറയുന്നത് അത് ഈ വളരെ സംഹാര താണ്ഡവം പൂണ്ടുകൊണ്ട് അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ചെന്നൈ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ കിഴക്കും വടക്ക് കിഴക്കും മാറിയുള്ള ഒരു പ്രദേശത്താണ് എന്നതാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് മുമ്പ് വാർധ കൊടുങ്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ നഗരത്തിൻ്റെ 30 കിലോമീറ്റർ കിഴക്കും വടക്ക് കിഴക്കും മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്താണ് ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് സ്വാഭാവികമായും ഇത് കാറ്റാണ്, അതുകൊണ്ട് തന്നെ അതൊരു സ്ഥലത്ത് മാത്രമായി കേന്ദ്രീകരിക്കില്ല, അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ദുരന്ത നിവാരണ സേന പ്രധാനമായിട്ടും ഇപ്പോൾ അവരുടെ ഒരു നിരീക്ഷണം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ്. ഈ മേഖലയുടെ ഒരു പ്രത്യേകതയായി പറയുന്നത് കൽപ്പാക്കം ഈ ആണവ നിലയം ഏതാണ്ട് ഇതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കൽപ്പാക്കം ആണവ നിലയത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കാര്യമാണെങ്കിൽ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സുള്ളൂർപേട്ടിൽ ആ ഭാഗത്താണ് ഈ ആന്ധ്രയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ നാശനഷ്ടങ്ങളുടെ ആഘാതം നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശങ്ങളിലെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല, പ്രത്യേകിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിലെ. എന്നാൽ നഗരപ്രദേശങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സുള്ളൂർപേട്ട് നഗരത്തിൽ ഒരു ടാങ്കർ ലോറി പൂർണ്ണമായും തന്നെ ഈ കാറ്റിൻ്റെ ആഘാതത്തിൽ മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിലുള്ള എണ്ണ മുഴുവൻ തന്നെ
എണ്ണ മുഴുവൻ തന്നെ അപകടമൊന്നുമില്ലാത്ത രീതിയിൽ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രാപ്രദേശ്, അതുപോലെ പോണ്ടിച്ചേരി, തമിഴ്നാട്, ഈ 3 സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ഈ ചുഴലിക്കാറ്റിൻ്റെ ആഘാതം ഏറ്റവും കൂടുതലായി കാണാനുള്ളത്. ചെന്നൈ നഗരത്തിൽ നിരവധി സ്ഥലത്ത് ഏതാണ്ട് 150ഓളം സ്ഥലങ്ങളിൽ മരങ്ങൾ, വൃക്ഷങ്ങൾ കടപുഴങ്ങി വീഴുന്ന സാഹചര്യമുണ്ടായി. നഗരത്തിൽ ഉടനീളം കനത്ത മഴയാണ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇതുകൂടാതെ ആന്ധ്രാപ്രദേശിൽ സമുദ്രത്തോട് തീർന്നു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനങ്ങളെ ഒഴിപ്പിച്ചിരുന്നു. ഏതാണ്ട് 10,000-ലധികം പേരെയാണ് ഒഴിപ്പിച്ചിട്ടുള്ളത്. ഒഴിപ്പിക്കൽ ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച് ദുരന്ത നിവാരണ സേന അവിടുത്തെ സർക്കാരുമായി വളരെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ചെന്നൈ നഗരത്തിൽ വൈകിട്ട് 6 മണി വരെ, ചെന്നൈ വിമാനത്താവളത്തിൽ വൈകിട്ട് 6 മണി വരെയുള്ള അവിടുത്തെ എല്ലാ സർവീസുകളും തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. 50ഓളം വിമാനങ്ങൾ വഴിതിരിച്ച് വിട്ടിരുന്നു. ഇതെല്ലാമാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും രാജേന്ദ്രനൊപ്പം തന്നെ ശ്രീ രാജഗോപാൽ കാമത്ത് ദയവായി തുടരുക. വളരെ വേഗത്തിൽ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ചെന്നൈയിൽ കാറ്റിന്റെ തീവ്രത, മഴയുടെ തീവ്രത കുറയുന്നു. കാറ്റ് ആന്ധ്ര തീരങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ 2 മരണത്തിന്റെ ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. രാജേന്ദ്രൻ, നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ആന്ധ്ര തീരത്തേക്ക് കാറ്റ് പോകുന്നു. ചെന്നൈയിൽ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മരണസംഖ്യ 2 എന്നും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് വർധ ചുഴലിക്കാറ്റിൽ 2 പേർ മരണമടഞ്ഞു എന്നതാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ രീതിയിലൊരു റിപ്പോർട്ട് വരുന്നത്. 2 പേർ മരിച്ചു. അത് എവിടെയെല്ലാമാണ് ഈ മരണങ്ങൾ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. പ്രാഥമികമായ വിവരമാണ്. സ്വാഭാവികമായിട്ടും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ എല്ലാം തന്നെ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ. അതുപോലെ ഈ വർധകാറ്റിൻ്റെ ഗതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെന്നൈയിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു സൂചന. വർധ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തേക്ക് നീങ്ങുന്നതായും വിവരമുണ്ട്. അപ്പോൾ ഇനി ആന്ധ്രയിലാണ് അത് കൂടുതൽ ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ളത്. ഈ ആന്ധ്രയിലെ തീരദേശങ്ങളിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ഒമാൻ എയർലൈൻസ് റദ്ദാക്കിയതായി വിവരമുണ്ട്. മറ്റൊന്ന്, ബംഗളൂരു നഗരത്തിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഇന്ന് രാത്രി ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ ജനങ്ങളോട് ജാഗരൂകരായിരിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ബാംഗ്ലൂരു നഗരത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ചെന്നൈയിലെ അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുടെ ഒരു വിവരങ്ങൾ ലഭ്യമാവുന്നതനുസരിച്ച് ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ കൂടുതൽ ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ചെന്നൈയിലേക്ക് വന്നുകൊണ്ടിരുന്ന ട്രെയിനുകളെല്ലാം തന്നെ കാട്ട്പാടി, വലാജ റോഡ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്നുമുള്ള ട്രെയിനുകൾ, കേരളത്തിലേക്കെല്ലാമുള്ള ട്രെയിനുകളെല്ലാം തന്നെ ഇന്നത്തേക്ക് സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായല്ല, ഇത് അനൗദ്യോഗികമായി ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, തീർച്ചയായും ശ്രീ രാജഗോപാൽ കമ്മത്ത്, അതായത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ അനുസരിച്ച് ചെന്നൈയിൽ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു, കാറ്റ് ആന്ധ്രയുടെ തീരത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആന്ധ്രയ്ക്ക് മുന്നൊരുക്കങ്ങൾക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിലെത്തിയ നേരത്തെയുള്ള സമയം, ഒപ്പം തന്നെ ചെന്നൈയിൽ ഈ കാറ്റ് വന്ന രീതിയുമൊക്കെ അവർക്ക് കൂടുതൽ മുന്നൊരുക്കങ്ങൾ എടുക്കാൻ വേണ്ടി സഹായകമായിട്ടുണ്ട്. മാത്രമല്ല ഈ വിശാഖപട്ടണം, ഒപ്പം തന്നെ ആന്ധ്ര കഴിഞ്ഞ് ഒറീസയിലെത്തിയാൽ കട്ടക്ക്, പുരി അടക്കമുള്ള മേഖലകളൊക്കെ പല സമയത്തും ഇത്തരത്തിൽ കാറ്റിന് വിധേയമായിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ആ ഒരു പരിചയം കൂടി അവർക്കുണ്ട്. ആ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ചെന്നൈയിൽ നിന്നുള്ള ആ ഒരു വിവരം വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. കാരണം അത് വടക്കോട്ടേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 25ഓളം കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇപ്പോൾ തൽക്കാലം ലാൻഡ്ഫോളിന് ശേഷം അത് നീങ്ങുക. ഇനി ചെന്നൈ നഗരത്തിന് ശേഷം അത് എത്തിച്ചേരാൻ പോകുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അവിടെയാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സായാഹ്നത്തോടെ അത് പൂർണ്ണമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറും. അതിനുശേഷം അത് ആന്ധ്രയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകും. തുടർന്ന്
മറ്റ് അനുബന്ധ പ്രദേശങ്ങളിലെല്ലാം ഇതോടൊപ്പം തന്നെ മഴയുണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ ചെന്നൈയുടെ അനുബന്ധ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ സമയത്ത് മഴയുണ്ടായിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ആന്ധ്രയിലും ഇതുപോലുള്ള മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഇപ്പോൾ തന്നെ കാറ്റും മറ്റ് ആദ്യം ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. മറ്റൊന്ന് പറയാനുള്ളത്, സൈക്ലോൺ ഉണ്ടാകുന്നത് ലീനതാപം ശേഖരിച്ച് വെച്ച് അതിൻ്റെ റിലീസാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അത് ഊർജം നേടുകയില്ല. അപ്പോൾ ഊർജത്തിൻ്റെ റിലീസാണ് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഊർജം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂപ്രകൃതിയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ആഘാതങ്ങളിൽ കുറവോ കൂടുതലോ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ ശക്തമായ കോൺക്രീറ്റ് വനമായിട്ടുള്ള ചെന്നൈയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അവിടെയാണ് ഈ കലാമിറ്റീസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. അതിനി അങ്ങോട്ടുള്ള പ്രദേശങ്ങളാണ്. ചെന്നൈക്ക് ശേഷമുള്ള അങ്ങോട്ടുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇത് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അവിടെ ആൾനാശം ഏറ്റവും കുറഞ്ഞിരിക്കട്ടെ. അതുമാത്രമല്ല, അതിനുവേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അവരിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ചെന്നൈയിൽ നിന്ന് തന്നെ ഈ സൈക്ലോണിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് തീവ്രമാകും എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ തീവ്രതയുടെ അനുഭവം കുറച്ചു കൊണ്ടുവരാനായിട്ട് ഈ സമയത്ത് സാധിക്കും. ഒറീസയിലും തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള മുൻകരുതലുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടാകും, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ്. ആന്ധ്രയുടെ തീരത്തും ഒറീസയുടെ തീരത്തും ഒക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഓരോ പ്രാവശ്യവും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ രേഖപ്പെടുത്തുന്നത്. അത് തീർച്ചയായിട്ടും ആ പ്രദേശത്തെ സമ്പദ്ഘടനയെ തീർച്ചയായിട്ടും പുറകോട്ട് അടിക്കുന്ന ഒന്നാണ്. തുടർച്ചയായിട്ടുള്ള കലാമിറ്റീസ് തമിഴ്നാട്ടിലെ ക്യാപിറ്റലായ ചെന്നൈയും തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. 12 മാസത്തിനുള്ളിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഇതുണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും എത്ര സഹായം കിട്ടിയാലും ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും വളരെയധികം സമയമെടുക്കും. അതുതന്നെയാണ് ഒരു പ്രശ്നം. ഇപ്പോഴത്തെ ഈ സ്ഥിതി സാധാരണ നിലയിലാകണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂറെങ്കിലും എടുക്കും. ഇപ്പോൾ ട്രെയിൻ സംവിധാനം എല്ലാം താറുമാറായി. അതുപോലെ തന്നെ വ്യോമഗതാഗതം താറുമാറായി. വൈദ്യുതി ബന്ധങ്ങൾ നിലച്ചു. മൊബൈൽ ടവറുകളെല്ലാം, മൊബൈൽ കണക്ഷൻസ് എല്ലാം ഏതാണ്ട് നിശബ്ദമായ ഒരു അവസ്ഥയിലാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും ഇത് പൂർവ്വസ്ഥിതിയിലാണെങ്കിൽ വളരെയധികം സമയമെടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂറെങ്കിലും എടുക്കും. ചെന്നൈ പോലെയുള്ള വളരെ സെൻസിറ്റീവായുള്ള നഗരത്തിൽ ഈ 24 മണിക്കൂർ നിശ്ചലമായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ ആ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തും ഒക്കെ അവിടുത്തെ സ്റ്റീൽ പ്ലാന്റിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മുടെ ഡെവലപ്മെൻറ്റിനെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളാണ് ഇവയൊക്കെ. ഇന്ത്യ വളരെയധികം വലിയ തീരപ്രദേശമുള്ള ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഭൂകമ്പവും സുനാമിയും അതോടൊപ്പം തന്നെ ഈ സൈക്ലോണും ശക്തമായ മഴയൊക്കെ അവലാഞ്ചും എല്ലാം തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. പക്ഷേ അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ നമുക്കെടുക്കാം. നമുക്ക് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള ഏജൻസികളുണ്ട്. ബഹിരാകാശത്തും നമ്മുടെ സമുദ്രത്തിലും കരയിലും ഒക്കെ തന്നെ ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ സൈക്ലോൺ, കഴിഞ്ഞ സുനാമിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും. അതുമാത്രമല്ല, ഇത് മുൻകൂട്ടി കാണുന്നതിന് വേണ്ടിയുള്ള റഡാർ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ പല ഗവേഷണ ഏജൻസികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ തമിഴ്നാട്ടിലുമുണ്ട്. കേന്ദ്ര ഏജൻസികൾ വളരെ നല്ലൊരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരം. അങ്ങനെ നമുക്ക് നല്ല മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ആഘാതം വളരെയധികം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം സൈക്ലോൺ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലാവസ്ഥാ പ്രതിഭാസമാണ്. അതിനെ വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നിശ്ചലമാക്കാൻ അല്ലെങ്കിൽ ഛിന്നഭിന്നമാക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും നമുക്കറിയില്ല. കാരണം ബേ ഓഫ് ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള സ്റ്റേറ്റ്സിലെല്ലാം ഈ കാലഘട്ടത്തിലെ മഴയിൽ നിന്നാണ് അവരുടെ കൃഷിയുമൊക്കെ, അതുമാത്രമല്ല ജലസ്രോതസ്സുകളൊക്കെ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരെ വളരെ വലുതായിട്ട് തന്നെ ബാധിക്കുകയും അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുതന്നെയാണ് ആശങ്കയ്ക്ക് കാരണം. ലോകത്തിൽ എവിടെയും സൈക്ലോണിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല.
പക്ഷേ അതിനെ തകർത്ത് കളയാനായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ പലയിടങ്ങളും നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അതിനെ ശിഥിലമാക്കി കളയുക എന്നുള്ളത്. പക്ഷേ അത് സൈക്ലോൺ തുടങ്ങുന്നതിന് മുമ്പാണ് ഇത്തരം ശിഥിലമാക്കി കളയാനുള്ള സംവിധാനം ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ സൈക്ലോൺ തന്നെ അത് സൈക്ലോൺ വളരെ വലിയൊരു സൈക്ലോണായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും അത്ര വലുതായില്ല. അതൊരു മഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അതേപോലെ ഈ സൈക്ലോൺ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി വളരെ വലിയ രൂപം പ്രാപിക്കുകയും ലാൻഡ്ഫോൾ ആകുകയും ഇപ്പോൾ അടുത്ത കുറച്ച് മണിക്കൂറിൽ നിന്ന് നേരത്തേക്ക് സംഹാര താണ്ഡവമാടുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിൻ്റെ പ്രവചനം നടത്താനുള്ള ശേഷിയിലെ കുറവ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് ഇത് വ്യക്തമായ പ്രവചനവും ഒക്കെ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ സന്നാഹങ്ങളുടെ ഒരു വിജയം കൂടിയാണ് അത്തരത്തിൽ നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞതും കാറ്റ് കൃത്യമായി അതിന്റെ ഗതിയടക്കം പ്രവചിക്കാൻ കഴിഞ്ഞതും. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കും ചെന്നൈയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്കുമൊക്കെ മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാർത്താ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ടിരിക്കുന്നു. 150 കിലോമീറ്റർ വേഗതയിൽ വന്നു. ചെന്നൈയിൽ വലിയ സ്തംഭനാവസ്ഥയാണ് ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ മഴയുടെ അടക്കം ശക്തി കുറഞ്ഞിരിക്കുന്നു. ആന്ധ്രയുടെ തീരമേഖലയിലേക്ക് വാർത്താക്കാറ്റ് നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ, പ്രത്യേകിച്ചും വരുന്ന 2 മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. നഗരപ്രദേശങ്ങൾ കടന്ന് ഒരുപക്ഷെ ഗ്രാമമേഖലയിലടക്കം കാറ്റ് ശക്തിയായി വീശിയടിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. പലവിധ മുന്നറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അണക്കെട്ടിന്റെ പ്രദേശങ്ങളിലൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏത് നിമിഷവും ഈ മഴ കാരണം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മറ്റൊന്ന്, മീൻപിടുത്തത്തിന് പുറത്തിറങ്ങരുത്. ഒപ്പം പുതുച്ചേരി തീരങ്ങളിലടക്കം മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. രാജേന്ദ്രൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. രാജേന്ദ്രൻ, ഈ നിമിഷം കാറ്റ് ആന്ധ്രയിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിൽ പലവിധ മുന്നറിയിപ്പുകൾ അടക്കം നൽകിയിട്ടുണ്ട്. സമഗ്രമായ വിവരങ്ങൾ ഏറ്റവും പുതിയത് എന്താണ്? ഏറ്റവും അവസാനത്തെ വിവരം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് 2 പേരാണ് ഇതുവരെ മരണമടഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മരണമടഞ്ഞ ഒരാളുടെ വിവരം സംബന്ധിച്ച് വിശദമായ വിവരങ്ങളുണ്ട്. ചെങ്ങാലപ്പട്ടിനടുത്ത് മേൽമയൂരിൽ ചുവരി ഇടിഞ്ഞ് വീണ ഒരു 8 വയസ്സുകാരി മരിച്ചു. ഇതാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇനി മരണമടഞ്ഞ രണ്ടാമത്തെ ആൾ ആരാണെന്നതിനെ പറ്റി പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചെന്നൈ നഗരത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ അവിടെ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റിൻ്റെ ഗതി അവിടെ നിന്നും തന്നെ ഇപ്പോൾ ആന്ധ്ര തീരങ്ങളിലേക്ക് പ്രവേശിച്ചതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചെന്നൈ നഗരത്തിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധം ഏറെക്കുറെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വൈദ്യുതി ബന്ധമുള്ളത്. എന്നാൽ നാളെ ഉച്ചയോടുകൂടി മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതാണ് അവിടുത്തെ ചെന്നൈ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈയിലെ മഴയുടെ ശക്തി കുറഞ്ഞു. ജനങ്ങൾക്കെല്ലാം തന്നെ ഏതാണ്ട് ഒരു ആശ്വാസകരമായ ഒരു അവസ്ഥ ഉള്ളതായിട്ട് നമുക്ക് അവിടെ നിന്നും ലഭ്യമാവുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. വിമാന സർവീസുകൾ നേരത്തെ പറഞ്ഞ പോലെ നിർത്തിവെച്ചിരിക്കുകയാണ്. ചില സർവീസുകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ചെന്നൈയിലേക്കുള്ള വിമാന സർവീസുകൾ ഒമാൻ എയർലൈൻസ് നിർത്തിവെച്ചു. ചെന്നൈയിലേക്കുള്ള വിമാന സർവീസുകൾ ഏറെക്കുറെ എല്ലാതും തന്നെ നിർത്തിവെച്ചേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 6 മണി വരേക്ക് എല്ലാ സർവീസുകളും നിർത്തിവെച്ചതായി നേരത്തെ വിവരമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഈ സമയപരിധി ദീർഘിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് ചെന്നൈ നഗരത്തിൽ നിന്നുള്ള ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമുള്ള ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള ട്രെയിനുകളും ഇപ്പോൾ ഒന്നുകിൽ വഴിതിരിച്ചു വിടുന്നു, അതുമല്ലെങ്കിൽ മറ്റ് ട്രെയിനുകളെല്ലാം തന്നെ ഓരോ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടിരിക്കുന്നു. ഇതാണ് യാത്രാ സംബന്ധമായ വിവരങ്ങൾ. ഇതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പറഞ്ഞതുപോലെ ചെന്നൈയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ ഈ ആന്ധ്രാപ്രദേശിന്റെ തീരങ്ങളിലേക്ക് ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രധാനമായും ആന്ധ്രാ തീരങ്ങളിൽ എത്ര കണ്ട് ആഘാതമുണ്ടാക്കുമെന്നാണ് അറിയാനുള്ളത്. പോണ്ടിച്ചേരിയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും മഴയുടെ ഒരു തീവ്രത കുറഞ്ഞതായാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി. ഒപ്പം തന്നെ ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ ഈ വർഷം ഇത് 3ാമത്തെ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നത്. വർധ, നേരത്തെ ക്യാന്ത് വന്നിരുന്നു, നാദ എന്നിങ്ങനെ 3 ചുഴലിക്കാറ്റുകൾ. മാത്രമല്ല കഴിഞ്ഞ വർഷം ഫൈലാൻ വന്നതും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതെല്ലാം എത്തിയത് പ്രധാനമായും വിശാഖപട്ടണം, നെല്ലൂര്, ചെന്നൈ തുടങ്ങിയ മേഖലകളിലാണ്. ഇത്തരത്തിൽ ഈ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടുന്ന ഭൂമേഖലയിലാണോ ഈ പറഞ്ഞ നമ്മുടെ ചെന്നൈ അടക്കമുള്ള ആന്ധ്ര പോലുള്ള തീരപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? മറ്റൊന്ന്, ഈ സമുദ്ര ഉപരിതല താപനില അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൂടി ഇതിന് കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ബേ ഓഫ് ബംഗാൾ പ്രദേശം എന്ന് പറയുന്നത്
നമുക്ക് മാപ്പുകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ്. ആ കടൽ അകത്തോട്ട് തള്ളി നിൽക്കുന്ന സ്ഥലങ്ങൾ ആണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ അങ്ങേപ്പുറത്ത് നിന്നാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. അത് പതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടന്ന് വരികയാണ് ചെയ്യുന്നത്. തുടർച്ചയായിട്ടുള്ള കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പുള്ള സൈക്ലോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യക്തമാകും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആന്ധ്ര മുതൽ അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ്. ആന്ധ്ര, ഒറീസ തീരപ്രദേശങ്ങൾ, ബീഹാറിൻ്റെ ചിലയിടങ്ങൾ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. ലക്ഷക്കണക്കിന് പേർ ഈ ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട് നേരത്തെ. പക്ഷേ ഇപ്പോഴൊക്കെ അതിൻ്റെ ആഘാതം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൻ്റെ തീരപ്രദേശം, അതുപോലെ ബംഗ്ലാദേശ് എപ്പോഴും ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് വളരെയധികം വൾണറബിളാണ്. അവിടെയും ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ, ഏതാണ്ട് 1 ദശലക്ഷം ആളുകൾ വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട്. ആൻഡമാനിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് ആഘാതമുണ്ടാകുന്നത് ആന്ധ്ര മുതൽ അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലാണ്. ഒറീസ, അവിടെയുള്ള കാലാവസ്ഥ, അവിടെയുള്ള കർഷക വൃത്തിയിലുള്ള ആളുകളെല്ലാം ഇതിനെ ശരിക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ, ആ നാശനഷ്ടം തുടർച്ചയായിട്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും ഇതുപോലുള്ള കലാമിറ്റി അവരെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മുടെ ധനുഷ്കോടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഇല്ലാതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ സൈക്ലോണിലാണ്. 1970-കളിലായിരുന്നു അത്, അതിൻ്റെ തുടക്കത്തിലായിരുന്നു അത്. അത്തരത്തിലുള്ള വലിയ സൈക്ലോണുകളാണ്. അപ്പോൾ ഒരു പ്രദേശവും ശരിക്കും ബേ ഓഫ് ബംഗാളിൻ്റെ തീരപ്രദേശത്തുള്ള ഒരു പ്രദേശവും ഇതിൽ നിന്നും മുക്തമല്ല. ഇപ്പോൾ പുതുതായിട്ട് ചെന്നൈയിലാണ് കടന്നു വരുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ചെന്നൈയുടെ തീരപ്രദേശത്തേക്ക് വരുന്നത്. ചെറിയ മാറ്റങ്ങൾ, അതായത് നമുക്കറിയാം കയോസ് തിയറി അനുസരിച്ചിട്ട് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയും. എവിടെയെങ്കിലും ഇപ്പോൾ ന്യൂയോർക്കിലിരുന്ന ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവിടെ ഒരു സൈക്ലോണിന് വഴിവെക്കും. കാരണം ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷ ഘടനകളെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, ഈ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം മറ്റിടങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സമുദ്രോപരിതല താപനിലയിൽ വ്യതിയാനം വരുന്നുണ്ട്. അതായത് പണ്ടൊക്കെ കരയുടെ താപനിലയും സമുദ്രത്തിലെ താപനിലയും തമ്മിൽ വളരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം ഈ കരപ്രദേശം എന്ന് പറയുന്നത് പകൽ സമയത്ത് ചൂടാകുകയും രാത്രി അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴി തണുക്കുകയും ചെയ്യും. എന്നാൽ സമുദ്രത്തിന് അതില്ല. സമുദ്രത്തിലെ താപനില ഏതാണ്ട് അതുപോലെ തന്നെ തുടരും. നമുക്ക് രാത്രിയിൽ, നല്ല തണുപ്പുള്ള രാത്രിയിൽ പോയി കടൽ വെള്ളത്തിൽ കാൽമുക്കി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടും. കാരണം ആ താപനില അതേപോലെ തുടരുന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെയാണ് സമുദ്രോപരിതല താപനില കാലാവസ്ഥയെ ബാധിക്കും എന്ന് പറയുന്നത്. ഇത് കാലാവസ്ഥയെ ബാധിക്കുന്നത് 2 സമുദ്രങ്ങളാണ്. ഒന്ന് ജലസമുദ്രവും ഒന്ന് വായുസമുദ്രവും. ഈ വായുസമുദ്രത്തിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ജലസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജലസമുദ്രത്തെ ബാധിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള വികിരണമാണ്. ഈ ഭൂമിയുടെ ചെരിവ് കൊണ്ട് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വികിരണം തീർച്ചയായിട്ടും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലുള്ള സമുദ്രഭാഗങ്ങളുടെ ചൂടേറ്റും. ആ ചൂടേറ്റുന്നത് കുറേ കാലത്തോളം തുടരുകയും ഒരു വർഷത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് അത് തുടരുകയും പിന്നീട് ഈ ജലം മഹാസമുദ്ര ജലപ്രവാഹങ്ങൾ, അതായത് നമ്മുടെ ധ്രുവപ്രദേശങ്ങളെ ചുറ്റി വരുന്ന ശൈത്യം നിറഞ്ഞ ജലമുള്ള മഹാസമുദ്ര ജലപ്രവാഹങ്ങൾ വഴി തണുക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചൂടേറലും പിന്നീടുള്ള ചൂട് കുറയലുമൊക്കെ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അതായത് മർദ്ദത്തിൽ വ്യതിയാനം വരുത്തുകയും അവിടെ നിശ്ചിതമായിട്ടുള്ള വായുഭാഗങ്ങൾ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും മഴയെയും ഒക്കെ സ്വാധീനിക്കുന്നത്. എന്നാൽ ചില മേഖലകളിൽ തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്ന വായുഭാഗങ്ങളുള്ള മേഖലകളിൽ മർദ്ദത്തിൽ വ്യതിയാനം വരികയും സൈക്ലോൺ രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സൈക്ലോൺ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് സൈക്ലോണിൻ്റെ ആ മേഘം രൂപപ്പെട്ട് വരുന്ന സമയത്ത് അതിൽ ലീനതാപം എന്ന് പറയുന്ന ആ ഊർജം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിങ്ങനെ വർദ്ധിച്ചു വരികയും അതാണ് പിന്നീട് ഒരു സൈക്ലോണിന് രൂപം നൽകുകയും ചെയ്യുന്നത്. സൈക്ലോണിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ കണ്ണാണ്, ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയും. അതിൻ്റെ കേന്ദ്രഭാഗമാണ്. അവിടെ മേഘങ്ങളൊന്നുമില്ല, അവിടെ ശൂന്യമായ പ്രദേശമാണ്. അതിൻ്റെ ചുറ്റുമാണ് സൈക്ലോണിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അത് കിലോമീറ്ററുകളോളം 10 കിലോമീറ്ററോളം കനമുള്ള വലിയ മേഘഭാഗമാണ്. ഇതൊരു വൃത്താകൃതിയിലുള്ള ഒരു ഘടനയാണ്. അത് ഉത്തരാർദ്ധഗോളത്തിൽ കോറിയോളിസ് ബലം കൊണ്ട് അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്.
ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഏതാണ്ട് മണിക്കൂറിൽ 24 കിലോമീറ്ററോളം വേഗതയിൽ പതുക്കെയാണ് നീങ്ങി വടക്ക് ഭാഗത്തേക്ക് വരുന്നത്. അത് പതിയെ കരപ്രദേശമുള്ള ഇടങ്ങളിലേക്ക് വരും. ഇത് ഭൂമധ്യരേഖയ്ക്ക് താഴെ, അതായത് ദക്ഷിണാർദ്ധഗോളത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുക. നമുക്ക് നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ, ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഭൂമധ്യരേഖയ്ക്ക് ഇപ്പുറമായതിനാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയും തീവ്രത വർദ്ധിക്കുകയും ചെയ്യും. അത് പതിയെ സമുദ്രത്തിൽ നിന്നും വീണ്ടും ഊർജം നേടി, കാരണം സൂര്യൻ്റെ താപം മൂലം ജലബാഷ്പം വീണ്ടും മേഘങ്ങളുടെ വലിപ്പം വർദ്ധിക്കാനായിട്ട് കാരണമാകുകയും സൈക്ലോൺ വലിപ്പം വെച്ച് വരികയും ചെയ്യും. അത് പതിയെ ലാൻഡ്ഫോൾ എത്തുമ്പോഴത്തേക്കും വളരെ വലിയൊരു ഘടനയായിട്ട് മാറും. ലാൻഡ്ഫോളിലാണ് അതിൻ്റെ ഊർജത്തിൻ്റെ റിലീസ് ഉണ്ടാകുന്നത്. അനേകം കിലോ ടൺ ഊർജ്ജമാണ് ഈ സമയത്ത് അത് റിലീസ് ചെയ്യുന്നത്. അതാണ് കാറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുക. അതുകൊണ്ടാണ് മഴ അത്ര തീവ്രമാകാനിടയില്ല, അത്രത്തോളമുള്ള ഫ്ലഡിങ് ഉണ്ടാകുന്ന പോലെയുള്ള, നേരത്തെ ഫ്ലഡിങ് ഉണ്ടാകുന്ന പോലെയുള്ള മഴ ഇതിൻ്റെ കൂടെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ തുടർച്ചയായിട്ടുള്ള മഴ, ശക്തമായ മഴ, ആദ്യം അനുഭവിച്ച പോലെയുള്ള മഴ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മഴ കൊണ്ടുള്ള ആഘാതം കഴിഞ്ഞ തവണത്തേതുപോലെ ആയിരിക്കില്ല, പക്ഷേ മഴ താരതമ്യേന ശക്തമായിരിക്കുകയും അത് ആഘാതങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പക്ഷേ ഫ്ലഡിങ് ഉണ്ടാകുന്ന രീതിയിലുള്ള വളരെ വലിയ ഒരു ജലപ്രവാഹമൊന്നും ഈ സമയത്ത് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ തുടർ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. കാരണം ടൈഫൂണുകളും, ഇപ്പോൾ അറ്റ്ലാന്റിക്കിൽ ഇതിനെ ഹറിക്കെയിൻ എന്നാണ് വിളിക്കുന്നത്, പസഫിക്കിലാകട്ടെ ടൈഫൂൺ എന്നും, നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ഇതിനെ സൈക്ലോൺ എന്നുമാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടാകുന്നതിനെ ട്രോപ്പിക്കൽ സൈക്ലോൺ, ഉഷ്ണമേഖലയിലെ ചുഴലിക്കാറ്റെന്നാണ് വിളിക്കുന്നത്. ഈ ചുഴലിക്കാറ്റിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ സമുദ്രോപരിതല താപനിലയിലെ വർധനവ് കൊണ്ടാണ്, അതേപടി നിലനിൽക്കുന്നതുകൊണ്ടാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ തൽക്കാലം കഴിയില്ല. ആ പ്രതിഭാസത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല, അതിനുവേണ്ടി പ്രതിരോധിക്കാനൊന്നും കഴിയില്ല. പക്ഷേ നമുക്ക് കരയിൽ നമ്മുടെ ഘടനകളെയൊക്കെ സംരക്ഷിച്ചു നിർത്താനും ആൾനാശം കുറയ്ക്കാനും മറ്റ് ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ തയ്യാറാകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏജൻസികളും ചെയ്തിരിക്കുന്നത്. പക്ഷേ ആഘാതം കുറയ്ക്കാനായിട്ട് നമ്മുടെ IMD, ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഫൈലീൻ വന്നപ്പോൾ നടത്തിയ പ്രവചനം പോലെ തന്നെ ഇതും ഒരു കൃത്യമായ പ്രവചനം തന്നെയായിരുന്നു. അതിന് തീർച്ചയായിട്ടും സൂപ്പർ കമ്പ്യൂട്ടറുകളെയും റഡാറുകളുടെയും കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെയും സഹായം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കാവലാളുകളാണ് ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങൾ. അവ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും നമുക്ക് ISROയെ ഈ അവസരത്തിൽ ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ IMDയുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് പറയേണ്ടതുണ്ട്. അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസിയുടെയും മറ്റ് സൈനിക വിഭാഗങ്ങളുടെയും സേവനം നമുക്ക് ഈ സമയത്ത് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്, കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇനി വേണ്ടത് ആതുര ശുശ്രൂഷ രംഗത്തെ ആ ഒരു മുന്നേറ്റം കൂടിയാണ്. അതുകൂടി ഭംഗിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ആഘാതം വളരെയധികം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു കൺസേൺ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും താങ്കളിലേക്ക് വളരെ വേഗത്തിൽ വരാം. ശ്രീ രാജഗോപാൽ കമ്മത്ത്, നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് പോയ ശേഷം തിരികെ വരാം. ഏതായാലും വർധ ചുഴലിക്കൊടുങ്കാറ്റ് ഇപ്പോൾ ആന്ധ്രാ തീരം തൊട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചെന്നൈയിൽ 150 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ശേഷമാണ് ഇപ്പോൾ ആന്ധ്രയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. വലിയ മുൻകരുതലുകളാണ് ആന്ധ്രയിലും സ്വീകരിച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ നൽകും വിവരങ്ങൾ. രാജേന്ദ്രൻ, ഇപ്പോൾ ആന്ധ്ര തീരത്തേക്ക് വർധ നീങ്ങിയിരിക്കുന്നു. നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ചെന്നൈ നഗരത്തിലാണ് ഇതുവരെ വലിയ രീതിയിലുള്ള ഒരു ഭീതി സൃഷ്ടിച്ചിരുന്നത്. ചെന്നൈയിൽ വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഈ മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 പേരാണ് ഇതിനകം മരിച്ചിരിക്കുന്നത്. അതിനകത്തൊരു കുട്ടി, വീട് ചെങ്ങാലപ്പടിനടുത്ത് മേൽമയൂരിൽ ചുവരിടിഞ്ഞ് വീണ് ഒരു 8 വയസ്സുകാർ മരിച്ചു. മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിലെ ചേരി പ്രദേശങ്ങളെല്ലാം തന്നെ വീടുകളാണ് കൂടുതലായി തകർന്നിരിക്കുന്നത്. പല വീടുകളുടെയും മേൽക്കൂരകൾ തകർന്നു. നിരവധി വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണു. ഈ ആന്ധ്രാപ്രദേശിൽ ഒരിടത്ത് ഒരു ടാങ്കർ ലോറി മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ചെന്നൈ നഗരത്തിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തന്നെ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നാളെ ഉച്ചയോടുകൂടി മാത്രമേ വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലാവുള്ളൂ എന്നാണ് അവിടുത്തെ വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു വിവരം. നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ചെന്നൈ വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെല്ലാം തന്നെ 6 മണി വരേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെട്ടില്ലെങ്കിൽ, പൂർണ്ണമായിട്ടും ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ
വിമാനങ്ങൾക്ക് ഇന്നൊന്നും തന്നെ അവിടുന്ന് വിമാന സർവീസുകൾ ഉണ്ടാവാൻ ഇടയില്ല. അതോടൊപ്പം തന്നെ റെയിൽവേ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. നിരവധി റെയിൽവേ സർവീസുകൾ നിർത്തിവെച്ചതായി റെയിൽവേ അധികൃതർ വിവരം നൽകിയിട്ടുണ്ട്. ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെടേണ്ട ചെന്നൈ എഗ്മോർ മുംബൈ ഛത്രപതി ശിവജി എക്സ്പ്രസ്, അതുപോലെ മധുര എക്സ്പ്രസ്, കാരക്കുടി പല്ലവൻ എക്സ്പ്രസ്, എഗ്മോർ തിരുച്ചെന്തൂർ എക്സ്പ്രസ് എന്നിവയെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് റദ്ദാക്കി, ചെന്നൈ ആറക്കോണം എക്സ്പ്രസ് റദ്ദാക്കി, ബംഗളൂരു സിറ്റി എക്സ്പ്രസ്, വിജയവാഡ എക്സ്പ്രസ്, ചെന്നൈ തിരുപ്പതി എക്സ്പ്രസ്, കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് അത് റദ്ദാക്കിയിരിക്കുന്നു. ചെന്നൈ ബാംഗ്ലൂരു ലാൽബാഗ് എക്സ്പ്രസ്, ഗൂഡൂർ എക്സ്പ്രസ്, പുരി പ്രതിവാര എക്സ്പ്രസ്, തിരുപ്പതി ഗരുഡാദ്രി എക്സ്പ്രസ്, ഹൈദരാബാദ് എക്സ്പ്രസ്, മംഗലാപുരം എക്സ്പ്രസ് തുടങ്ങിയവയെല്ലാം തന്നെ റദ്ദാക്കിയതായി റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് ആന്ധ്രയിൽ ഏത് രീതിയിലുള്ള ആഘാതമായിരിക്കും വർധ സൃഷ്ടിക്കുക എന്നതാണ്. ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. അവിടുത്തെ ഏതാണ്ട് 10,000-ഓളം പേരെ നേരത്തെ തന്നെ തീരദേശങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ കാറ്റ് പോയിരിക്കുന്നത്, വർധ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളായിരിക്കും ഇനി നമുക്ക് കൂടുതൽ നിർണായകമാവുക. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഇതിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവേണ്ടതായിരുന്നു. എന്നാൽ കൃത്യമായ മുന്നൊരുക്കങ്ങളുണ്ടായി. മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം ലഭിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായ സമയത്ത് തന്നെ മുന്നറിയിപ്പ് നൽകി. ഇതിനനുസൃതമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ചെന്നൈ നിവാസികളെല്ലാം തന്നെ പൂർണ്ണമായും സഹകരിച്ചു. കാരണം ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ചെന്നൈയിൽ വലിയ ഒരു പ്രളയമുണ്ടായത്. അന്ന് നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു, മരണനിരക്ക് വളരെ വലുതായിരുന്നു. അതിൻ്റെ ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെ ചെന്നൈ നഗരവാസികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കരുത്. മാത്രമല്ല ആ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം മുൻകൂട്ടി തന്നെ വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തം ഒഴിവാക്കാനായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും പറയാം. കാരണം നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല ഇത് ഏത് രീതിയിലായിരിക്കും ഈ കാറ്റിന്റെ ഗതി. വീണ്ടും അത് ചെന്നൈയിലേക്ക് തന്നെ അടിക്കുമോ? കാരണം ഇതെല്ലാം പ്രവചനാതീതമായ കാര്യങ്ങളാണ്. നമുക്ക് വളരെ വേഗത്തിൽ വരാം. ഒപ്പം തന്നെ വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സഹകരിച്ചതിനും താങ്കളുടെ നിരീക്ഷണങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചതിനും. ഈ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.